മൊഡ്യൂൾ 2 കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. ഇപ്പോൾ ഓൾറെഡി മൊഡ്യൂൾ 1-ൽ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു റാൻഡം വേരിയബിൾ എന്നും അത് ആ റാൻഡം വേരിയബിളിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നും അറിയാമായിരിക്കും. ഓക്കെ, എന്നാലും നമുക്ക് എന്താണ് റാൻഡം വേരിയബിൾ എന്ന് നോക്കാം. വി നോ എ റാൻഡം വേരിയബിൾ ഈസ് എ ഫംഗ്ഷൻ എക്സ് ഫ്രം എ സാമ്പിൾ സ്പേസ് എസ് ടു എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ. ഓക്കെ, അപ്പോൾ what is a random variable? It is a function from sample space to set of real numbers. Now, the random variables are classified into two. First one, discrete random variable. Second one, continuous random variable. In the first module, discrete random variables നെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് discrete random variable? A random variable takes discrete values or integer values, then the random variable is called discrete random variable. Okay, continuous random variable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A random variable, if a random variable takes the values in an interval, in an interval, then the random variable is called continuous one. Okay, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്താണ്, ഇനി അതിന് ശേഷം അതിൻ്റെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, മീൻ, എക്സ്പെക്റ്റേഷൻ, വേരിയൻസ്, ദെൻ ഈ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതിനുശേഷം ഇത് ബൈവേരിയേറ്റ് കേസിൽ ഇതെങ്ങനെയാണ് വരുന്നതെന്നും കൂടി നമ്മളിവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. ഇഫ് എ റാൻഡം വേരിയബിൾ ക്യാൻ അസൈൻ എനി വാല്യൂ ഇൻ എ ഗിവൺ റേഞ്ച് ഓഫ് വാല്യൂസ്, ദെൻ ദ റാൻഡം വേരിയബിൾ ഈസ് കോൾഡ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഏതൊരു റാൻഡം വേരിയബിളിനോടും അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. ആ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ നമ്മളിവിടെ വിളിക്കുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ നമ്മളിവിടെ വിളിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഡെൻസിറ്റി ഫംഗ്ഷൻ നോക്കാം. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈ സെറ്റ് ടു ബി എ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, ഷോർട്ടായിട്ട് PDF എന്ന് എഴുതും, ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ ഒരു 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? ഫസ്റ്റ് വൺ, എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. ഇവിടെ എക്സ് സ്മോൾ എക്സ് ഒരു റിയൽ നമ്പർ ആണ്. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആറിൽ നിന്ന് ആറിലേക്ക്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്ക് തന്നെയുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഏത് റിയൽ നമ്പർ എക്സ് എടുത്താലും എഫിൻ്റെ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അതായത് എഫ് നോൺ നെഗറ്റീവ് ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ, ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. ഓക്കെ, ഇതിനെ നമ്മൾ ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് കുറച്ചും കൂടി കഴിയുമ്പോൾ, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്കൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാവും. അപ്പോൾ ആദ്യം സെക്കൻഡ് പ്രോപ്പർട്ടി ഓർത്തിരിക്കുക, ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. തേർഡ് വൺ, പ്രോബബിലിറ്റി ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് തേർഡ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഇത്രയും പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയാണ് എന്ത് വിളിക്കുന്നത്? ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ നോട്ട് ചെയ്യാനുണ്ട്.
ഇപ്പം ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഓർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ അവിടെ എക്സ് ഗ്രേറ്റർ ദാൻ എയും ആയിരിക്കണം, എക്സ് ഈക്വൽ ടു എ ആയിരിക്കണം അല്ലേ. അതായത് അവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ട് അവിടെ അല്ലേ. സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാലും എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുമ്പോഴും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോഴും രണ്ടാണ് അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈ പറയുന്ന പ്രോബബിലിറ്റീസിനോടെല്ലാം ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടുനും അല്ലെങ്കിൽ ലെസ് ദാൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ഒന്നും വരുന്നില്ല, സെയിം മീനിങ് തന്നെയാണ്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇൻ്റഗ്രൽ ഇവിടെ പി ഓഫ് എ ലെസ് ദാൻ എക്സ്, പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കണ്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? സെയിം തന്നെയാണ്. ഈ പ്രോബബിലിറ്റീസ് എല്ലാം സെയിം ആണ് എന്ന് ഓർത്തിരിക്കുക.